കിണറ്റിൽ വീണ കടുവയെ വിജയകരമായി പുറത്തെത്തിച്ചു. വയനാട് മൂന്നനക്കുഴിയിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെടുത്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കിണറ്റിലെ പടവുകളിൽ നിലയുറപ്പിച്ച കടുവയെ വിജയകരമായി വലയിലാക്കി പുറത്തെത്തിച്ചത്. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കടുവയെ പുറത്തെടുത്തത്. കടുവയെ കിണറിന് പുറത്തെത്തിച്ച ശേഷം മയക്കുവെടി വെച്ചാണ് കൂട്ടിലാക്കിയത്. വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ആരോഗ്യവാനായ കടുവയാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. കടുവയ്ക്ക് മറ്റ് കാര്യമായ പരിക്കുകളൊന്നും ഏറ്റിട്ടുമില്ല. കാക്കനാട്ട് ശ്രീനാഥിന്റെ വീട്ടിലെ കിണറ്റിൽ ഇന്ന് രാവിലെയാണ് കടുവയെ കണ്ടത്. നെടുമുടിയിൽ റിസോർട്ട് ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന സംശയം. റിസോർട്ട് ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമുടി വൈശം ഭാഗത്താണ് സംഭവം. അസം സ്വദേശിയായ 50-കാരിയായ ഹസീനയാണ് മരിച്ചത്. ഹസീനയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. താമസിച്ചിരുന്ന മുറിക്ക് പുറത്തായിരുന്നു ഹസീനയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. കഴുത്തിൽ കയർ കുരുക്കി ഹസീനയെ കൊലപ്പെടുത്തിയതാണെന്നാണ് സംശയം. ഇവരുടെ കഴുത്തിൽ കയർ കൊണ്ട് കുരുക്കിയതിന്റെ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ നെടുമുടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ടിപ്പറിടിച്ച് അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. പെരുമ്പാവൂരിൽ ടിപ്പർ ലോറി ബൈക്കിന് പിന്നിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. കോതമംഗലം സ്വദേശിയായ എൽദോസ്, മകൾ ബ്ലസ്സി എന്നിവരാണ് മരിച്ചത്. പെരുമ്പാവൂർ താന്നിപ്പുഴയിലായിരുന്നു അപകടമുണ്ടായത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. അമിത വേഗതയിലാണ് ടിപ്പർ ലോറി വന്നതെന്ന് നാട്ടുകാർ പ്രതികരിച്ചു. ടിപ്പർ ബൈക്കിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച ശേഷം 10 മീറ്ററോളം നിരങ്ങി നീങ്ങിയ ശേഷമാണ് ടിപ്പർ നിന്നത്. മരിച്ച എൽദോ കൃഷി അസിസ്റ്റന്റ് ഓഫീസറാണ്. ബ്ലസ്സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ബ്ലസ്സിയെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലാക്കാൻ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബ്ലസ്സി സംഭവ സ്ഥലത്ത് വെച്ചും എൽദോസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. യുവാവ് അറസ്റ്റിൽ. തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ബന്ധുവായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ പടിയൂർ നരന്റെവിട വീട്ടിൽ ഫാജിസിയാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത്. മാർച്ച് 31-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട്ടിലെത്തിയ യുവാവ് അർദ്ധരാത്രിയാണ് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. അടുത്ത ദിവസം കുട്ടി ബന്ധുവിനോട് ലൈംഗിക അതിക്രമ വിവരങ്ങൾ പറഞ്ഞതോടെയാണ് സംഭവം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് വീട്ടുകാർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കുന്നംകുളം പോലീസ് കണ്ണൂർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. SDPI പിന്തുണ. രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് അപകടകരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെപ്പറ്റി രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് അപകടകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇതോടെ SDPI നിലപാട് UDF അംഗീകരിച്ചുവെന്ന് വ്യക്തമാണ്. രാജ്യത്തിന് വിനാശമായ നിലപാടാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വണ്ടൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ കോൺഗ്രസ് ബലി കഴിക്കുകയാണ്. ഇത് ആത്മഹത്യാപരമാണെന്ന് രാഹുൽ മനസ്സിലാക്കണം. ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടസ്സപ്പെടുത്താൻ വിദേശത്ത് പോയി പ്രചാരണം നടത്തിയ ആളാണ് രാഹുൽ. കോൺഗ്രസിന്റെയും രാഹുലിന്റെയും നിലപാട് നാടിനെതിരെ ഉള്ളതാണ്. അപക്വമായ ഈ നിലപാടിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറണമെന്നാണ് BJPയുടെ ആവശ്യമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഒരു MP എന്ന നിലയിൽ രാഹുൽ പൂർണ്ണ പരാജയമാണ്. വയനാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. വയനാട്ടുകാർക്ക് അദ്ദേഹത്തിനെ കാണാൻ പോലും സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു.